ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മാജിക് റിങ് ചെയ്തെടുക്കുന്നതെന്നാണ്. അതിന് യാണ് ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്യുക. അതിനുള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് മാജിക് റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർ ഇതേപോലെ ചെയ്ത് പഠിക്കുക. ഇതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഇതേപോലെ എടുക്കുക, ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക, ഇതേപോലെ ഒരു ക്രോസ് ചെയ്യുക, അതിനുള്ളിലേക്ക് ഹുക്കിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, അതിനുശേഷം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ ചെയ്യുന്നതാണ്. ഇതാണ് സ്ലിപ്പ് നോട്ട്. നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. കണ്ടില്ലേ, അതിനുള്ളിലൂടെ നീഡിലല്ല ഹുക്ക് കയറ്റി ഇതേപോലെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്ത് നമുക്ക് എത്ര ചെയിനാണോ വേണ്ടത് ഒരു പ്രോജക്റ്റിന് നമ്മളതനുസരിച്ചിട്ട് ഓരോ ചെയിനും കൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസും ആക്കരുത്, ഒരുപാട് ടൈറ്റും ആക്കരുത്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ അതിനുള്ളിലൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ചെയ്ത് പഠിക്കുക. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ചെയിനുകളെല്ലാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചെയ്തെടുക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ചെയിൻ ചെയ്തിട്ട് ആദ്യത്തെ ചെയിനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ പുൾ ത്രൂ ചെയ്ത് യാൺ ഓവർ ചെയ്തല്ല യാൺ പുൾ ത്രൂ ചെയ്ത് വീണ്ടും അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. അതിനുള്ളിൽ കൂടി വെളിയിലേക്ക് എടുക്കുന്നതാണ് സിംഗിൾ ക്രോഷ. മനസ്സിലായോ? അടുത്തതിൽ ചെയ്ത് കാണിക്കാം. ചെയിനുള്ളിൽ കൂടി നീഡിലിടുക, യാൺ പുൾ ത്രൂ ചെയ്ത് നമ്മളെടുക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിലൂടെ നമ്മൾ പുൾ ത്രൂ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ കിട്ടും. അപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഒരു ക്രോഷയുടെ സ്റ്റിച്ചുകളും അതിൻ്റെ ടേണിങ് ചെയിനുകൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും നമ്മളത് ടേൺ ചെയ്തൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എത്ര ചെയിനാണ് നമുക്ക് വേണ്ടുന്നത് വിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും അടുത്തതിലേക്ക് ചെയ്യുന്നത്. അപ്പം ഓരോന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു പാറ്റേണാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് കേട്ടോ. അപ്പോൾ സിംഗിൾ ക്രോഷ ആണെങ്കിൽ 1 ചെയിനാണ്, ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് 2, അങ്ങനെ ഓരോന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.